എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നൊരായത്ത്. ഈ ആയത്ത് സലഫുസ് സ്വാലിഹീങ്ങൾ പേടിച്ച് കരഞ്ഞുപോയ ആയത്താണ്. പേടിച്ചു പോയിട്ടുണ്ടത് ഈ ആയത്തിൻ്റെ അർത്ഥം വെക്കുമ്പോൾ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. ഇബ്നു റവാഹ തങ്ങൾ ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഫബക്കാ, പെട്ടെന്ന് കരച്ചിൽ, അങ്ങ് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. വല്ലാത്ത കരച്ചിൽ. ഫബക്കത്, ഭാര്യയും കരഞ്ഞു. ഭർത്താവ് കരയാൻ കണ്ടപ്പോൾ ഭാര്യയും കരഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പുണ്യ നബിയിൽ നിന്ന് ഇൽമിന്റെ പ്രകാശം സ്വീകരിച്ച ജ്ഞാനത്തിന്റെ സർവ്വ വെളിച്ചവും ലഭിച്ച മഹാനായ സ്വഹാബി ഭാര്യയോട് ചോദിച്ചു, മാ യുബ്കീകി, എന്തിനാണ് പെണ്ണെ നിങ്ങൾ കരയുന്നത്? എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചു. റഅയ്തുക തബ്കീ ഫബകൈതു, നിങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞതാണ്. അങ്ങനെ ഉണ്ടാക്കുക, അതൊന്നും അറിയാതെ അങ്ങോട്ട് ചിരിക്കണമെങ്കിൽ ചിരിക്കും, കരയണമെങ്കിൽ എന്തിനാ കരയണം? നിങ്ങളൊക്കെ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കട്ടെ. ചിലപ്പോൾ കഥ തിരിഞ്ഞിട്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ചില ഭാഷകളൊക്കെ ഇപ്പോൾ ഉറുദു ഭാഷ പഠിക്കാതെ നമ്മൾ നടക്കുകയാണ്. ഉറുദുക്കാരടിയിൽ പോയി പണിക്കേണ്ടി വന്നാലേ അവർ പല തമാശ പോലെ നമ്മളൊരു മലയാളി ഉണ്ടാവുള്ളൂ. ഓര് ചിരിക്കണേ ചിരിച്ചു കൊടുക്കുമ്പോൾ വേണ്ടി ഒരു കാര്യം നമുക്ക് ഒറ്റൊരു കഥയും തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവരെ പോലെ പറയാനൊക്കെ പഠിക്കുക. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ അങ്ങനെ കുറേ പെട്ടിട്ടുണ്ട്. സ്കൂളിൽ ജോലിക്ക് കയറിയപ്പോഴേ സായിപ്പന്മാരെ കൂടെ ഇംഗ്ലീഷുകാർ, കുട്ടികളും മാതൃഭാഷ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികൾ UK USA കുട്ടികളാണ്, കൂടെയുള്ള സ്റ്റാഫും അങ്ങനെയാണ്. നമ്മൾ ഇവിടുന്ന് കയറിപ്പോയതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ആ ചെന്ന ഉടനെയൊക്കെ റഹ്മാനായ റബ്ബേ എന്തൊക്കെയോ തമാശ പറഞ്ഞ് മീറ്റിങ്ങിൽ എന്താ പറയണത് പോലെ എനിക്ക് തിരിയാറില്ല. വെറുതെ അങ്ങനെ നിന്നു കൊടുക്കും, ചിരിക്കാൻ വെറുതെ. എന്നാൽ പേടി, എന്തിനാ ചിരിച്ച് ബാക്കി ചോദിച്ചാൽ പറഞ്ഞാൽ കൊടുക്കാൻ പോലും കഴിയില്ല. കാരണം ഇവർ പറയുന്ന ആക്സെൻറ്റ് കിട്ടുന്നില്ല, അവർ പറയുന്ന മുഫ്രദാത്ത് മനസ്സിലാവണില്ല, ജുംല താമായിക്കണോ ഇല്ലേന്ന് തിരിയുന്നില്ല, നുക്ത താമോടെ ഉണ്ടോ, ഇനി വരാൻ പോകുന്നുണ്ടോ ബാക്കിൽ, ഇതൊന്നും അറിയില്ലല്ലോ. കാരണം ഒരു ഭാഷ നമ്മുടെ നാട്ടിൽ പോയി നമ്മളെ നാട്ടുകാർ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഏകദേശം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഒറിജിനൽ ആൾക്കാർ പറയാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടല്ലേ. പണ്ട് ബനാത്ത് വാല സാഹിബ് ചെന്നപ്പോൾ നാട്ടിലൊരു പ്രമാണി സ്റ്റേജുമ കയറാൻ പുതിയ ആൾക്കാരുണ്ടാവും ചില നാട്ടിലൊക്കെ. ബനാത്ത് വാല സാഹിബ് അടുത്ത കസേരയിൽ വന്ന് ഇരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ബനാത്ത് വാല സാഹിബ് ഒന്ന് ഹിന്ദി പറയില്ല, ഇംഗ്ലീഷ് പറയും, മലയാളം അറിയില്ലല്ലോ. അല്ലാഹു റഹ്മഹു. അപ്പോൾ ബനാത്ത് സാഹിബ് എന്തോ തോണ്ടിയിട്ട് ചോദിക്കാം മൂപ്പരോട്, കുട്ടികളെ കൂടെ വണ്ടി അറിയാൾ മുണ്ടാൻ തുടങ്ങിക്കണേ. അപ്പോൾ മൂപ്പരറിയാതെ വെറുതെ കാര്യം ഇരുന്നതാണ്. ഇങ്ങനെ പെട്ടുപോകുന്നൊരു സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയണത്? യാ അല്ലാഹ്. പിന്നെ പരിചയങ്ങളാവുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് അങ്ങ് ചേർന്ന് ഇഴകിച്ചേരും. അങ്ങനെയാണ് ഭാഷകളൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക. ചെറിയ കുട്ടികളൊക്കെ മലയാളം പഠിക്കണില്ലേ, അതൊക്കെ ഹർഫൊക്കെ ചൊല്ലി കൊടുത്തിട്ടാ നമ്മളെ കുട്ടികൾ മലയാളം പറയാൻ തുടങ്ങുന്നില്ലേ. 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴേക്കും അത് കേട്ടങ്ങനെ പഠിക്കൽ തന്നെ. ഭാഷ ഭയങ്കര അത്ഭുതമാണ്. അല്ലുഹാത്തു കുല്ലുഹാ തൗഖീഫിയ്യ, എല്ലാ ഭാഷകളും അള്ളാഹു മനുഷ്യനെ തോന്നിപ്പിച്ചു കൊടുത്തതാണെന്നാണ്. എല്ലാ ഭാഷയും, അത് ലാറ്റിനും ജർമ്മനും ഇറ്റാലിയനും ഇംഗ്ലീഷും ഉറുദുവും മറാഠിയും ബംഗാളിയും ഏത് ഭാഷയാവട്ടെ ഒക്കെ അള്ളാഹു മനുഷ്യന് ഇൽഹാമ് ചെയ്തു കൊടുത്തതാണെന്നാണ്. അതുകൊണ്ട് ഭാഷകളെ ഭാഷ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്നാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇഖ്തിലാഫു അൽസിനതിക്കും വ അൽവാനിക്കും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് കരഞ്ഞപ്പോൾ മഹാനവറുകളുടെ ഭാര്യയും കരഞ്ഞു. മാ യുബ്കീകി, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് മഹാൻ ചോദിച്ചു. സ്വഹാബിയത്തിനോട് ചോദിക്കുകയാണ്. മഹദി പറഞ്ഞു, റഅയ്തുക തബ്കീ ഫബകൈതു, നിങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് കരഞ്ഞതാണ്, എനിക്കറിയില്ല എന്തിനാ ഞാൻ കരയുന്നതെന്ന്. ഇന്നി ദകർതു ഖൗലല്ലാഹ്, അല്ലാഹു പറയുന്നത് ഞാൻ ഓർത്തുപോവുകയായിരുന്നു. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, തീർച്ചയായും ഉറപ്പാണ് നിങ്ങൾ ഓരോരുത്തരും നരകത്തിന്റെ മീതയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഇത് അല്ലാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. നിങ്ങളൊക്കെ പോകും, നിങ്ങൾ രക്ഷപ്പെടും എന്നതിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല എന്നാ. ഫലാ അദ്രി അൻജു മിൻഹാ അം ലാ, ആ പാലത്തിലൂടെ കടന്നുപോയി ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ, അതിൽ താഴെ വീഴുമോ എന്ന് അല്ലാഹു പറഞ്ഞില്ലല്ലോ. ഞാനത് ഓർത്തുകൊണ്ട് കരയുകയാണ്, പേടിച്ചുകൊണ്ട്. ഇതൊരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ല സതുപദേശമായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ പഠിപ്പിച്ചു കൊടുത്തൊരവസരം. വഇം മിൻകും ഇല്ലാ വാരിദുഹാ, അബൂ മൈസർ റഹ്മത്തുള്ളാഹി അലൈഹി കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ പറയുമത്രേ, ലൈസ ഉമ്മീ ലം തലിദ്നി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ സുമ്മ ഇബ്കി, ഇത് പറഞ്ഞിട്ട് കരയും. എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് എന്ന് ചോദിക്കും.
കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഉമ്മ പ്രസവിക്കുന്നതും നമ്മൾ ജനിക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ ഖളാഉകളാണ്, തീരുമാനങ്ങളാണ്. ഏതെല്ലാം വിഷയങ്ങൾ അള്ളാഹു തീരുമാനിച്ചുറച്ചുവോ, അള്ളാഹുവിൻ്റെ ഇൽമും കിതാബത്തും അള്ളാഹുവിൻ്റെ ഇറാദത്തും ഖൽഖും നടക്കുമ്പോൾ അത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉമ്മയെയും ഒരു കുഞ്ഞും പഴിചാരരുത്. ഒരു ഉപ്പയോടും ഒരു കുഞ്ഞു പറയരുത് എന്തിന് ഞാൻ നിങ്ങൾക്ക് ജനിച്ചുവെന്ന് പറയല്ല. വലില്ലാഹി ഫീ കുല്ലി ഷൈഇൻ ഹിക്മത്തുൻ, എല്ലാറ്റിലും അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. മഹാനായ അബൂ മൈസ്റ തങ്ങൾ സങ്കടത്തോടെ പറയും, യാ ലൈസ ഉമ്മീ ലം തലിദ്നി. അപ്പൊ ചോദിച്ചു, അബൂ മൈസ്റ, എന്തിനാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ കരയുന്നത്? അഖ്ബറനാ അന്നാ വാരിദൂഹാ വലം നുഖ്ബർ അന്നാ സാദിറൂന അൻഹാ. നരകത്തിന്റെ മീതെ നമ്മൾ കടന്നു പോകേണ്ടവരാണ് എന്നല്ലാഹു പറഞ്ഞിട്ട് അതിൻ്റെ മീതെന്ന് രക്ഷപ്പെടുന്നവരാണ് എന്ന് റബ്ബ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് കരയുന്ന മഹാനായ അബൂ മൈസ്റ റളിയല്ലാഹു തആല അൻഹു. രണ്ട് ചെറുപ്പക്കാരിങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ ഇടപെട്ടത് ചരിത്രത്തിലുണ്ട്. പൊട്ടിച്ചിരിക്കുമ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, നിനക്കറിയുമോ നമ്മളൊക്കെ നരകത്തിന്റെ മീതെ കടന്നു പോകുന്നവരാണെന്ന് കേട്ടിട്ടുണ്ടോ? ഈ ആയത്താണത്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അതിൽ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തില്ല, മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തും. എല്ലാവരും കടന്നു പോകും, എല്ലാവരും രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടില്ല, മുത്തഖീങ്ങളെ രക്ഷപ്പെടൂ. അതിൽ നമ്മളുണ്ടോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ നരകത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഓർമ്മയുണ്ട്. എന്നാൽ ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ലാ, അതറിയില്ല. പിന്നെ എന്തിനാണ് ഈ പൊട്ടിച്ചിരി എന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ചോദിക്കുകയാണ്. ആത്മീയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന, ആത്മാവിൻ്റെ പരിശുദ്ധിയും പരിപാവനത്വവും കാത്തുസൂക്ഷിക്കുന്ന ഒരു മഹാപണ്ഡിതന്റെ മുമ്പിൽ എങ്ങനെ ചിരിക്കാൻ പറ്റും? അവരുടെ ചിന്തകൾ പരലോകമാണ്, ആഖിറമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് തർബിയത്ത് കിട്ടിയവര്, അവരുടെ അമലുകൾ വളരെ മനോഹരം. ആരാരും അറിയാതെ, ആരാരും കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ആ സൽക്കർമ്മങ്ങൾ പിന്നീട് ആളുകൾ അറിയുമ്പോൾ അതവരുടെ മനസ്സിന് കിട്ടുന്ന സുഹൃതം എത്രയാണ്. അവർ ചെയ്യുന്നത് ആരും അറിയാനല്ല, സ്വകാര്യമായി ചെയ്ത ചില അമലുകൾ. പക്ഷെ ആ അമലുകൾ ഒരു ഉമ്മത്തിൽ ചെയ്യുന്ന സ്വാധീനം വളരെ വലുതാണ്. ഒരായത്തും ഒരു ഹദീസും പഠിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ സത്യസന്ധമായ ജീവിതം ഏറ്റവും വലിയ ഗുണപാഠമാണ്. അതൊക്കെ ഈ ഉമ്മത്തിന് ആവശ്യമാണ്. കാബൂളിലേക്ക്, അഫ്ഗാനിസ്ഥാനിലാണ് കാബൂളിലേക്ക് യുദ്ധത്തിന് പോയൊരു ചരിത്രം പറയുന്നുണ്ട്. ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അവരുടെ കൂട്ടത്തിലുണ്ട് സുലത്ത് ഇബ്നു അശിയം റഹ്മത്തുള്ളാഹി അലൈഹി. കാബൂളിലേക്ക് യുദ്ധത്തിന് പോയതാണ്. മഹാനായ ജഅഫർ ഇബ്നു സയ്യിദ് എന്നവരാണ് സംഭവം പറയുന്നത്. സുലത്ത് ഇബ്നു അശിയം എന്ന മഹാനവറുകളെ നേരിട്ട് പരിചയപ്പെടാൻ കിട്ടിയ സന്ദർഭം. ഈ മഹാന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? ആൾക്കാരുടെ മുമ്പിൽ അവരൊന്നും ചെയ്യൂല. അവർ ചെയ്യുന്ന അമലുകൾ രഹസ്യമായിരിക്കും. ഫർളുകൾ ചെയ്യും, ശരിയാണ്. സ്വകാര്യം സുന്നത്തുകളൊക്കെ മറച്ചേ ചെയ്യുള്ളൂ, ആരും കാണാൻ വേണ്ടി ചെയ്യില്ല. രാവ് തുടങ്ങുകയാണ്, പകൽ അവസാനിച്ചിരിക്കുന്നു. കാബൂളിന്റെ ഒരു വനാന്തരങ്ങളിൽ ഒരു മലയോര പ്രദേശത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മുന്നേറ്റമായിരുന്നു അത്. ഞങ്ങളുടെ കൂട്ടത്തിൽ സുലത്ത് ഇബ്നു അശീം തങ്ങളാണുള്ളത്. മഹാനായ ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറയുന്നു, ഈ മഹാനെ ഒന്ന് പഠിക്കണം, ഈ മഹാന്റെ കൂടെയൊന്ന് കൂടണം, അവരുടെ ഇൽമ് എങ്ങനെയാണെന്ന് അറിയണം എന്നാഗ്രഹിച്ച് ഞാൻ പിന്നാലെ കൂടി. ഇശാ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ യുദ്ധമുണ്ട്, ജീവൻ മരണത്തിന്റെ പോരാട്ടം നടക്കുകയാണ് പിറ്റേ ദിവസം. അതുകൊണ്ട് എല്ലാവരും വിശ്രമത്തിലാണ് സൈന്യം. ഞാനിങ്ങനെ നോക്കി, സുലത്ത് തങ്ങൾ എന്താ ചെയ്യുന്നത്, സുലത്ത് ഇബ്നു അശീം തങ്ങൾ എന്തു ചെയ്യുന്നു നോക്കുമ്പോൾ എല്ലാവരും കിടന്നു എന്ന് കണ്ടപ്പോൾ മെല്ലെ എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാനും മെല്ലെ പോയി. എങ്ങോട്ടായി പോകുന്നത്? എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നാലെ പാത്തും പതിഞ്ഞും ഞാൻ പിന്നാലെ നടന്നുപോയി. സുലത്ത് റളിയല്ലാഹു അൻഹു ഒരു പൊന്തക്കാടിന്റെ മറവിലേക്ക് ചെന്ന് വുളൂഇന്റെ വെള്ളം കയ്യിലുണ്ട്. വുളൂ എടുത്ത് മഹാൻ നിസ്കാരം തുടങ്ങി. യാ അല്ലാഹ്,
തൻ്റെ കൂടെയുള്ള ആരും അറിയരുതേ എന്ന് കരുതി എല്ലാവരും ഉറങ്ങുന്നവരെ അവിടെ കിടന്നുറങ്ങുന്ന പോലെ നാട്യം കാണിച്ച് മഹാനവറുകൾ എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാത്രിയുടെ നിശബ്ദതയിൽ ഈ പറമ്പത്തൊക്കെ രാത്രി ഇങ്ങനെ വന്ന് ഒരു മുസല്ല വിരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പോവുക. ആരോടെ കാണാനൊന്നുമില്ല. നല്ല നിലാവെളിച്ചം, മനോഹരമായ ആകാശം, അല്ലാഹുവിൻ്റെ സൃഷ്ടിലോകങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഉണർന്നിരുന്ന് നിസ്കരിക്കുക ഭയങ്കര ആനന്ദമുള്ളൊരു സംഗതിയായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പാതിരാക്കി എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വയറ് നിറച്ച് പോന്നാൽ കിട്ടുന്ന സന്തോഷം ഇതിൽ വലുതല്ലേ? അല്ല, അതിലും വലുതായിരിക്കും ആത്മാവിന് കിട്ടുന്ന ഈ സന്തോഷം. നമ്മൾ ഭക്ഷണം വേണ്ടി ഉണ്ടായി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു ഇബാദത്ത് നടക്കട്ടെ, ഭയങ്കര രസമായിരിക്കും. ക്യാമ്പിന് പോകുന്നൊക്കെ പറഞ്ഞാൽ കള്ളും കുപ്പി പൊടിച്ചിട്ടല്ലേ അധികം പോരാറുള്ളത്. പല ക്യാമ്പുകളും അങ്ങനെ കാണാറുള്ളത്. അങ്ങനെയല്ല, ഒരു ഇബാദത്തിൻ്റെ ക്യാമ്പിങ്ങും ചെയ്യാം. അങ്ങനെ നടക്കട്ടെ, ഒരു ഓൾട്ടർനേറ്റീവ് കിടക്കട്ടെ. മറ്റേത് കുറേ കാലമല്ലേ നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ആവട്ടെ, നല്ലൊരു സംഘം എവിടെയെങ്കിലും പോയിട്ട് ക്യാമ്പ് ചെയ്ത് നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് വർത്തമാനം പറഞ്ഞ് ഇതാ കുറച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് ഇവിടെ നിന്ന് പോരുന്നു. നല്ലൊരു ഔട്ടിങ് നടന്നോട്ടെ, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അല്ലാഹു ഹലാലാക്കിയതാണ്. പാതിരാത്രിയിൽ സുലത്ത് ബിൻ അഷീം എന്നവർ ആകാശത്തേക്ക്, നിശബ്ദമായി നിൽക്കുന്ന ആകാശ ലോകങ്ങളിലേക്ക് ഖൽബ് കൊടുത്ത് മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സിംഹം കടന്നു വന്നു. ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറയുന്നു, ഞാൻ അതിൻ്റെ വരവ് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഉറപ്പായില്ല സിംഹമാണോ എന്ന് എനിക്കറിഞ്ഞില്ല. അതിൻ്റെ ശബ്ദം ഇങ്ങനെ അടുത്തേക്ക്, അതിൻ്റെ ശ്വാസം വിടുന്നതിൻ്റെ റോറിങ് ശബ്ദം കേൾക്കുമ്പോഴേ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി. ആ സിംഹം സുലത്ത് ഇബ്നു അഷീം എന്നവരുടെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ കണ്ടു, എൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ഞാൻ പേടിച്ചുപോയി. സുജൂദിൽ കിടക്കുമ്പോഴാണ് സിംഹം വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ മനുഷ്യനെ ഈ നേരം ആ സിംഹം കടിച്ച് പറിച്ച് തിന്നുമല്ലോ. പേടിച്ചിരുന്നു. ആ സിംഹം ഒന്നും ചെയ്തില്ല. മഹാനവറുകൾ സലാം വീട്ടിയപ്പോ സുലത്ത് ഇബ്നു അഷീം എന്നവരെ സിംഹത്തോട് നോക്കി പറയുന്നത് ഞാൻ കേട്ടു. എന്നെ കണ്ടിട്ടില്ല. സുലത്ത് ഇബ്നു അഷീം എന്നവരെ സിംഹത്തോട് പറയുകയാണ്, അയ്യുഹസ്സബ്, അല്ലയോ ഹിംസ്ര ജന്തുവേ, നിന്റെ ഭക്ഷണം ഇവിടെയല്ല, വേറെ എവിടെങ്കിലും പോയിക്കോ, നിന്റെ റിസ്ക് ഇവിടെയില്ല എന്ന് ആ ജന്തുവിനോട്, ജീവിയോട് മഹാനായ സുലത്ത് എന്നവർ പറയുമ്പോൾ പോലും എനിക്കറിഞ്ഞില്ല ഒരു ജീവിയോട് ഇത് പറഞ്ഞാൽ അതിന് മനസ്സിലാകുമോ. പക്ഷേ എല്ലാറ്റിൻ്റെയും ഖജനാവ്, എല്ലാറ്റിൻ്റെയും റിഖാബ്, എല്ലാറ്റിൻ്റെയും പെരടി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നേരമായിരുന്നു അത്. സലാം വീട്ടിയിട്ട്, സിംഹമേ, നിന്റെ ഭക്ഷണം വേറെ എവിടെയെങ്കിലും കിട്ടും, ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നതിനോട് പറഞ്ഞു. നായകളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സായിപ്പന്മാർ അല്ലേ, മലയാളം പറയും നായ വളർത്തുന്ന ആൾക്കാർ. ജീവികളോട്, പെറ്റ്സിനോട് അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കും. ആ ജീവികൾ എങ്ങനെ ഇതൊക്കെ, ഈ ഡോൾഫിൻസിൻ്റെ കളി കണ്ടിട്ടില്ലേ? പിന്നെ ഡോൾഫിനേറിയത്തിലൊക്കെ ഒരുപാട് പല രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. ഡോൾഫിന് എങ്ങനെയാണ് ഇതിന് മനസ്സിലാവുന്നത് പടച്ചോനെ? അതിനോട് ബോൾ എടുക്കാൻ വേണ്ടി പറയും, വാലുകൊണ്ട് ആട്ടാൻ വേണ്ടി പറയും, കാണികൾക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടി പറയും, എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി. ഇതൊക്കെ ഈ ജന്തു ചെയ്യുന്നില്ലേ? 2, 3, 4 എണ്ണം ഒരുമിച്ച് ചെയ്യും. അത്ഭുതമാണ്. ഡോൾഫിനേറിയ ദുബൈയിലൊന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പോകാൻ. സിംഗപ്പൂരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, സന്തോഷ. ഇപ്പോൾ ഇതൊക്കെ വലിയ പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയി. എങ്ങനെയാണ് ഈ ജീവി, അതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന മറ്റു പല ജീവികൾ, മനുഷ്യൻ പറയുന്നത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ ആ ജന്തുവിന് മനസ്സിലാവുന്നുണ്ടെന്നതിൻ്റെ അർത്ഥം. ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ വിചാരിക്കും, റബ്ബേ, നമ്മളെ മുമ്പിലുള്ള മദ്രസ കുടിക്കുന്ന, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ട് തിരിയണില്ല, നമ്മൾ മുണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ചാടി കളിക്കാൻ. ഈ ജന്തുക്കൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, എന്ത് തർബിയത്താ കൊടുക്കുന്നത്? യാ അല്ലാഹ്, അവർക്ക് ഭാഷയുണ്ട്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. വലിയൊരു അത്ഭുതമല്ലേ? സിംഹം അവിടെ നിന്ന് ഗർജിച്ചു കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും സുബഹി ആവാറായിട്ടുണ്ട്. സുലത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സൈന്യത്തിൻ്റെ ക്യാമ്പിലേക്ക് വന്ന് മെല്ലെ എല്ലാവരും കിടക്കുന്ന പോലെ കിടന്നു. ഞാനും മൂപ്പരറിയാതെ മെല്ലെ വന്ന് ഞാനും കിടന്നു. എൻ്റെ ഖൽബ് പിടക്കുകയാണ്. ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറയുന്നു, മഹാനായ സുലത്ത് ഇബ്നു അഷീം എന്നവർ ഉറങ്ങിയ പോലെ കിടന്നു. സുബഹി നേരമായി. എല്ലാവരും ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ കണ്ണ് തിരുമ്മി എഴുന്നേറ്റിരിക്കുന്നതും ഞാൻ കണ്ടു. തൻ്റെ കൂടെയുള്ള ആളുകൾ ധരിച്ചേക്കണ്ട ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. നോക്കണം, അവിടെ ഉറങ്ങിയത് കാണിക്കാൻ. ഇതാണ് ഇബാദത്ത്. യാ അല്ലാഹ്, ഇങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്.
ഇതാണ് ഇബാദത്ത്. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ ക്ലോക്ക് അടക്കം സെൽഫി എടുത്തിട്ട് വിടുക. ഞാൻ ഇപ്പോൾ മുസല്ലി വിരിച്ചിരിക്കാടോ എന്താ വിചാരിച്ചത്, ഇവൻ ചിലപ്പോൾ നാളെ ഉച്ചക്കാരൻ നോക്കുന്നുണ്ടാവുക, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വിട്ടതാണ്. അതൊന്നും ചെയ്യണ്ട, അവനാൻ ചെയ്യുന്നത് പഠിച്ചോന്നിനെ അറിഞ്ഞാൽ മതി. ഉക്തുബൂ ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെച്ചേക്കിൻ. റാബിഅ ബീവി പറയുമായിരുന്നു, റാബിഅത്തുൽ അദവിയ്യ ബീവി, നിങ്ങൾ ചെയ്യുന്ന തെറ്റാർക്കും കാണിച്ചു കൊടുക്കണില്ലല്ലോ, എന്നാൽ പിന്നെ ചെയ്യുന്ന നന്മകളും മറച്ചു വെച്ചേക്കിൻ. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അമലു സിർറിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലുതാണ്, അതിൽ ഇഖ്ലാസ് കൂടുതലുണ്ടാകും. ആരും അറിയണ്ട, ഒറ്റക്ക് ചെയ്താൽ മതി, ആരും അറിയണ്ട. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ. സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആ സിംഹം അവിടെ നിന്ന് ഗർജിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ഇരുന്ന മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് മഹാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യമായി ചെയ്ത അമല് ആ മഹാനുഭാവന്റെ കാലശേഷമാണ് ലോകമറിയുന്നത്. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങനെയായിരുന്നു. എല്ലാവർക്കും കാപ്പി കിട്ടുന്നില്ലേ? ചൂടുള്ള കാപ്പി, ചൂടില്ലേ മാഷ. ഇതൊക്കെ ചൂടോടെ തരണമെങ്കിൽ എത്ര അധ്വാനുണ്ട്. അവിടെ തീ കത്തിച്ചിങ്ങനെ കൊണ്ടുനടക്കണ്ടേ, ഇതൊക്കെ പാർന്നെടുത്ത് ആ ചൂടോടെ തരാൻ പറ്റണ്ടേ, ഇവർക്ക് കൊണ്ടുവരാൻ പറ്റണം അല്ലേ, അത് കുടിക്കാനും പറ്റണം. അല്ലാഹുവേ, ഇതിനൊക്കെ കാരണക്കാരായ ആളുകൾക്കൊക്കെ തൗഫീഖ്, എല്ലാവിധ ഖൈറിനും തൗഫീഖ് കൊടുക്കണേ പടച്ചോനെ. ലേഡീസിൻ്റെ ഭാഗത്ത് ലേഡീസ് വോളണ്ടിയേഴ്സ് 19 ആളെ ഏൽപ്പിച്ചു എന്നവർ, ഒരൊറ്റ ആളുകളും അങ്ങോട്ട് പോകണ്ട. അവരുടെ ഭർത്താക്കന്മാരുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഫോൺ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ അവിടെ എന്താ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത പരിപാടിയാണിത്. എല്ലാവിധ അഭിനന്ദനവും അർഹിക്കുന്നു. മാഷാ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് മഹാന്മാർ പറയുമായിരുന്നു, എങ്ങനെയാണ് അബ്ദുല്ലാഹി മുബാറക് എന്നവർക്ക് ഈ മഹത്വം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കാലക്കാരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, മുഹമ്മദ് മുൻകദിർ തങ്ങൾ അടക്കമുള്ളവർ. ഇവർക്കൊന്നുമില്ലാത്ത മഹത്വം എങ്ങനെ കിട്ടിയ അബ്ദുല്ലാഹി മുബാറക് എന്നവർക്ക് എന്ന് സംശയമുണ്ടായിരുന്നുവെന്ന് മഹാന്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ, ഞങ്ങളൊരു രാത്രിയിൽ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിറങ്ങിയപ്പോൾ രാത്രിയിൽ വിളക്കണഞ്ഞു പോയി. ആ വിളക്ക് കത്തിക്കേണ്ട സമയം ഒരല്പനേരം കഴിഞ്ഞ് വിളക്ക് തുറന്നു നോക്കുമ്പോൾ, വിളക്ക് കത്തിച്ചു നോക്കുമ്പോൾ വെളിച്ചം വന്നപ്പോൾ അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാഹു അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ആ മനുഷ്യനെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്നേഹം അല്ലാഹു ഇട്ടുകൊടുത്തത്. കാരണം ഇരുളടഞ്ഞു പോയപ്പോൾ ഖബർ ഓർമ്മ വന്നു. അത്രേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾക്ക് ഖബർ ഓർമ്മ വന്നു. ഇരുട്ട് വന്നപ്പോൾ ഖബർ ഓർമ്മ വന്നു. യാ അല്ലാഹ്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, ഖബർ കുഴിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. യാ അല്ലാഹ്, ഖബർ 3 ഖബർ കുഴിച്ചു എന്ന് പറഞ്ഞു, 3 സ്ഥലത്തായിട്ട്, 3 പള്ളിയിലായിട്ട്. യാ അല്ലാഹ്, അതൊക്കെ ഒരു ഒരുക്കമാണ്, അതൊക്കെ ധൈര്യമാണ്. നാട്ടിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇവിടെ മറവ് ചെയ്താൽ മതി എന്നതിൻ്റെ അർത്ഥം. അതൊക്കെ ഭയങ്കര ധൈര്യമല്ലേ. നമുക്ക് ആംബുലൻസ് കാണുമ്പോൾ പേടിയാണ്. ഖബർ കുഴിച്ചു വെച്ചിരിക്കുക, അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ. ഇരുൾ വീണപ്പോൾ ഖബർ ഓർമ്മ വന്നു എന്ന് അബ്ദുല്ലാഹി മുബാറക് തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സദാത്യങ്ങൾക്ക് ഉലമാഇനെ ഒക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. അവരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ ആ ഒരു തണൽ ഒരുപാട് കാലം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്തൊരു 100 കൊല്ലത്തിനുള്ള നേതാക്കന്മാർ, സയ്യിദന്മാർ ആ കുടുംബത്തിലുണ്ട് എന്നതാണ്. അത് വലിയ പ്രത്യേകതയാണ്. ഒരാൾ കഴിഞ്ഞാൽ അടുത്തതാരായിരിക്കും. നിരനിരയായി സദാത്യങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ഉമ്മത്തിന് നേതൃത്വത്തിന് ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കാലഗണനയെ നമ്മൾ കണക്കാക്കിയാൽ നേതൃത്വം ഈ ഉമ്മത്തിനുണ്ടാകും എന്നൊരു സൗഭാഗ്യമാണ്. അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. അവിടെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പല ചർച്ചകളും നടക്കും.
ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഉമർ തങ്ങൾ ഭരിക്കുന്നത് അബൂദർ തങ്ങളെ പോലുള്ള പാവങ്ങളെയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് അന്ന് ആളുകൾ ചോദിച്ചു, ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിങ്ങളെങ്ങനെ ഈ ക്രൂരനായി പോയത്? ഖുലഫാഉർ റാഷിദുകൾ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു, അവരൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരായിരുന്നു, നിങ്ങളെങ്ങനെ ക്രൂരനായത്? നിങ്ങൾ കൊല്ലില്ലേ എന്ന് ചോദിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? തബാദറു അതഅമ്മറു ലക്കും, നിങ്ങളൊക്കെ അബൂദറായി തരും, ഞാൻ ഉമറായി തരാം. ഉമർ തങ്ങളുടെ പോരിഷ പറയുമ്പോഴേ, ഉമർ തങ്ങൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല ഭരിച്ചത്, നിങ്ങൾക്ക് ഞാനാ സൂട്ടബിള്. ഉമർ തങ്ങൾ ഭരിച്ചത് അബൂദർ തങ്ങളെയാ. അപ്പോൾ പൂക്കോയ തങ്ങളെ പോലെയാവോ അവരുടെ താഴെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വലിയ തങ്ങളെ പോലെയാവോ അവർ താഴെയുള്ളവർ, അല്ലെങ്കിൽ അവരെ പോലെയാവോ ശേഷമുള്ളവർ? നമ്മളെങ്ങനെയാണെന്ന് ആദ്യം ആലോചിച്ചാൽ മതി. നമുക്ക് പാകമുള്ളവരെ അള്ളാഹു തരുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഓര് നന്നാവട്ടെ, ഓല അങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോഴേ നമ്മൾ നന്നായിക്കണോ എന്ന് ആലോചിച്ചാൽ തീരാവുന്ന വിഷയമുള്ളത്. ഓക്കെ, തബാദറു അതഅമ്മറു ലക്കും, നിങ്ങൾക്ക് അബൂദർ ആയിക്കോളി. അപ്പോൾ ഉമർ തങ്ങളെ പോലെ ഭരണാധികാരികൾ അള്ളാഹു തരും. അള്ളാഹു ഉമ്മത്തിൻ്റെ ഖൈർ ചെയ്യട്ടെ. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഈ ഉമ്മത്തിലാണ് ഖൈറുള്ളത്, ഖിയാമത്ത് നാൾ വരെ എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് ഖൈറുള്ളത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അഹ്ലു ബൈത്തിൽ ഖൈറാൻ. അതുകൊണ്ട് സിറായി ചെയ്ത അമലുകൾ, ആരാരും അറിയാതെ ചെയ്ത അമലുകൾ, ആ അമലുകളെ കൊണ്ട് പിന്നീട് ഉമ്മത്തിന് ലഭിക്കുന്ന വലിയ വലിയ മാതൃകകൾ, ഇതൊരു തർബിയത്താണ്. ഉലമാഇനെ കണ്ട് തർബിയത്ത് കിട്ടുന്നു, അവരുടെ അമലുകൾ കണ്ട് തർബിയത്ത് ചെയ്യുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ തർജുമയിൽ ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ബയോഗ്രഫി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, മഹാനായ അബൂബക്കർ ബിൻ മുനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചരിത്രം പറയുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ബുഖാരി ഇമാമിൻ്റെ പേരതാണ്, മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. മഹാനവരുടെ നാട് ഉസ്ബെക്കിസ്ഥാനിലാണ്, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാൻ, പണ്ടത്തെ മാവറ അന്നഹർ, സമർഖന്ദിലാണ് എൻ്റെ വിഷമം കൊള്ളുന്നത്. സിയാറത്ത് ചെയ്ത ആൾക്കാരോട് ഉണ്ടാവും, ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. അള്ളാഹുവേ, വലിയ ദീനിന് ഉമ്മത്തിന് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് എന്ന് ഉമ്മത്തിൻ്റെ ഇജ്മാഉള്ള ഗ്രന്ഥമാണത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹാൻ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു സംഭാവന ഉമ്മത്തിന് നൽകിയ മഹാനുഭാവൻ. അള്ളാഹുവരുടെയൊക്കെ കൂടെ, ദീനിൻ്റെ ഖാദിമീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മഹാനവറുകൾ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 17 തവണ ഒരു കടന്നൽ വന്ന് കുത്തി. ഹോർനെറ്റ്സ്, HORNET, കടന്നലില്ലേ, തേനീച്ചനെ പോലുള്ള സാധനം, 17 തവണ വന്ന് കുത്തി. സമ്പൂർ എന്ന അറബിയിൽ പറയും. ഇമാം ബുഖാരി തങ്ങൾ നിസ്കാരം മുറിച്ചില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ ശരീരമാസകലം ചമന്നിരിക്കാൻ 17 സ്ഥലത്ത് കുത്തിയിട്ടുണ്ട്, കടന്നലുകൾ വന്ന് കുത്തിയതാണ്. അവർ ചോദിച്ചു, യാ ഇമാം ഹല്ലാ ഖതഅത സ്വലാഹ്, എന്തേ നിങ്ങൾ നിസ്കാരം മുറിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, കുൻതു ഫീ ആയ, ഞാൻ അല്ലാഹുവിൻ്റെ കലാം ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫഹബബ്തു അൻ ഉതിമ്മഹാ, ആ ആയത്ത് പൂർണ്ണമായി ഓതണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് എൻ്റെ നിസ്കാരം ഞാൻ മുറിച്ചില്ല, ആ കടന്നലിൻ്റെ കുത്ത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് 17 തവണ കടന്നൽ കുത്തുകയും നിസ്കാരം മുറിക്കാതിരിക്കുകയും ചെയ്തതിന് കാരണം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ കലാം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ, അല്ലാഹുവിൻ്റെ കലാമിൻ്റെ മധുരിമയിൽ ഞാൻ എൻ്റെ നിസ്കാരം മുറിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, ഞാൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. യാ അല്ലാഹ്, ചെറിയൊരു വിഷയം മതി നിസ്കാരത്തിൽ വസ്വാസ് വരാൻ. നിസ്കാരത്തിൽ ഇബ്ലീസ് വരുന്നുണ്ട് എന്നുള്ള വലിയ തെളിവ് എന്താ അറിയോ? നിസ്കാരത്തിൻ്റെ പുറത്ത്, നിസ്കരിക്കാത്തൊരു നേരത്ത് തമാശയായി തോന്നാത്ത ലോ ക്ലാസ് തമാശ നിസ്കാരത്തിൽ ഒരാൾ പറഞ്ഞാൽ ചിരിക്കും, കൂട്ടായിട്ട് ചിരിക്കും. ചിലവർ ജുമുഅയൊക്കെ നടക്കണേ ഏതെങ്കിലും ഒരുത്തം വന്ന് വെറുതെ ഒരു പൊട്ടത്തമാശ പറഞ്ഞാൽ കൂട്ടച്ചിരിയായിരിക്കും. എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ ചിരി വരില്ല, ഇത് മാത്രമൊന്നും ഒന്നും അതിലില്ല എന്നറിയും. പക്ഷേ നിസ്കാരത്തിൽ വരുമ്പോൾ മാത്രം ഒരു 3 മിനിറ്റ് അള്ളാഹിനെ പറ്റി ഓർക്കാൻ പറ്റണില്ല, ബാക്കിയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. വലിയ അത്ഭുതമല്ലേ അത്? ഇബ്ലീസ് അവൻ്റെ സാന്നിധ്യം ലഅനത്തുല്ലാഹി അലൈഹി അവിടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഒരു സ്ട്രഗിളാണ് പല ആളുകൾക്കും. അത് അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അലി ഇബ്നു മുഹമ്മദ് ബിൻ മൻസൂർ തങ്ങൾ ഇമാം ബുഖാരി തങ്ങളുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര പോയപ്പോൾ ഇമാം ബുഖാരി തങ്ങളുടെ മസ്ജിദിൽ ഞങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ ഏതോ ഒരാൾ അവരുടെ താടിയിൽ നിന്നൊരു സാധനം, ഒരു കടലാസോ തൂവലോ എന്തോ ഒന്ന് താടിയിൽ നിന്നിങ്ങനെ പറിച്ചിട്ട് താഴെയിടുന്ന പള്ളിയിൽ ഇമാം ബുഖാരി തങ്ങള് ആ മനുഷ്യൻ്റെ താടിയിൽ നിന്ന് വീണ സാധനം നോക്കുന്നു, കൂടെയുള്ള ആളുകളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരും അത് എടുത്തു കളയുന്നില്ല.
എല്ലാവരും പല വഴിക്കും പല ഭാഗത്തേക്ക് നീങ്ങി എന്ന് കണ്ടപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ അതെടുക്കുകയും തൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിലിടുകയും ചെയ്ത് നേരെ പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി കളയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൾ. ഇമാം ബുഖാരി തങ്ങളെ പോലെയുള്ളൊരു മഹാനുഭാവൻ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരു ഖാദൂറ, ഒരു മനുഷ്യൻ്റെ താടിയിൽ വെച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തത് അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചുകൂടാ എന്ന വലിയൊരു അദബ് കാണിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൾ. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്ന കുട്ടിയായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. 2ാമത്തെ വയസ്സിൽ കാഴ്ച പോയതാണ്. ഉമ്മയുടെ ഉമ്മയാണ് ദുആ ചെയ്തത്. ആ ഉമ്മാൻ്റെ പേരെന്താന്ന് പോലും ആർക്കും അറിയില്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഷാഫി ഇമാം യതീമായിരുന്നു. ഷാഫി ഇമാമിൻ്റെ ഉമ്മയാണ് മഹാനവറുകളെ മക്കത്ത് കൊണ്ടുവന്നത്, യമനിൽ കൊണ്ടുപോയി പഠിപ്പിച്ചത്, മദീനത്ത് കൊണ്ടുവന്നത് ഒക്കെ ഉമ്മയാണ്. പക്ഷെ ഉമ്മ അത്ര പ്രശസ്തയല്ല. ഉമ്മയെ പറ്റി അങ്ങനെയൊന്നും കൂടുതലൊന്നും പേര് പോലും അത്ര പെട്ടെന്ന് അറിയില്ല. ചരിത്രം വായിച്ചാലേ അറിയുള്ളൂ. ബുഖാരി ഇമാമിൻ്റെ ഉമ്മ ആരാ ഒന്നും അറിയില്ല. പക്ഷേ ആ ഉമ്മയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബേ എൻ്റെ കുഞ്ഞിന് നീ കാഴ്ച കൊടുക്കണമേ, എൻ്റെ കുഞ്ഞിനെ റുദ്ദ അലൈഹി ബസറ, പടച്ചവനെ എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണമേ. ആ ഒരു ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ദുആഇൻ്റെ ഉത്തരമാണ് ഇമാം ബുഖാരി തങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെന്ന് മഹാന്മാർ നോക്കണം. ഇതൊരു ഉമ്മയാണ്. ഓരോ മഹാത്മാവിൻ്റെ പിന്നിലും ഒരു ഉമ്മയുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും കഷ്ടപ്പെട്ട് അവരെ ഒരുക്കി അയച്ചു കൊടുത്ത് ആ മക്കളുടെ വിദ്യാഭ്യാസം ശരിയാവാൻ വേണ്ടി കൂടെ ഇരുന്ന മദ്രസയുടെയും സ്കൂളിൻ്റെയും പുസ്തകങ്ങൾ, സിലബസ് കൂടെ ഇരുന്ന് ആ മക്കളെ പഠിപ്പിച്ച്, കൂടെ ഇരുത്തി എഴുതിപ്പിച്ച്, ഹോംവർക്ക് ചെയ്യിപ്പിച്ച്, ഹിഫ്ദ് ചെയ്യാനുള്ള സൂറത്ത് ഓതി പഠിപ്പിച്ച് ഉമ്മയാണ് ഏറ്റവും വലിയ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളറിയണം. മദ്രസയിലോ സ്കൂളിലോ പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി വീടുകളിലെ ഉമ്മമാർ ചെയ്യുന്നിടത്താണ് കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ ഉമ്മമാർക്ക് മക്കളെ തർബിയത്ത് ചെയ്തതിനുള്ള ഏറ്റവും നല്ല കൂലി അല്ലാഹുമ്മ ജാസി ഉമ്മഹാതിനാ ഖൈറ മാ തുജ്സാ ഉമ്മുൻ അൻ വലദിഹാ. ഒരു ഉമ്മാക്ക് കുട്ടിയെ കൊണ്ട് കിട്ടുന്ന ഉപകാരം എത്രയോ അതിനേക്കാൾ എത്രയോ ഖൈറായത് നിങ്ങളുടെ ഉമ്മമാർക്ക് അവരുടെ മക്കളെ പോറ്റുന്നത് കൊണ്ട് കൊടുക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ റസൂലും വിശുദ്ധരായ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലും കാണുന്ന നിയമങ്ങളാണ് ഒരു മുസ്ലിമിന് ജീവനോളം വലുത്, അതിനേക്കാളും വലുത്. അല്ലാഹുവിൻ്റെ വചനങ്ങളെയും ഹബീബിൻ്റെ വചനങ്ങളെയും അങ്ങനെയാണ് കാണേണ്ടത്. അതിനർഹിക്കുന്ന ബഹുമാനവും ആദരവും വകവെച്ചു കൊടുക്കണം എന്ന ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാവലാളുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ആവശ്യമായത്, അവരുടെ അറിവ് വർദ്ധിക്കാനും അവർക്ക് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനും ദർസ് നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ മഹല്ലുകളുണ്ട് നമ്മുടെ നാടുകളിൽ. ഈ ഉസ്താദ് തന്നെ ഇപ്പോൾ പുല്ലൂര് ദർസ് നടത്തും. പുല്ലൂര് 80ഓളം കുട്ടികളുണ്ടെന്ന് എൻ്റെ അറിവ്. ഇത്രയും മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ആ നാട്ടുകാർ? അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? എത്ര സ്നേഹത്തോടു കൂടെയാണ്, എത്ര വലിയ വലിയ ദർസുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ ചെറുതും വലുതുമായ സഹകരണങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് വലിയ അമലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം 2 ലോകത്തും നൽകട്ടെ. നമ്മുടെ നിഅമ ഫൗണ്ടേഷൻ്റെ ഈ സ്ഥാപനം ഉയർന്ന വലുതായി വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരങ്ങളായി ദീനിന് അറിവ് പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതരെ വാർത്തെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകളെ കാണാൻ വേണ്ടി യാത്ര പോവുകയാണ്. അബൂ ഉബൈദ് റഹ്മഹുല്ലാഹ് പോകുന്ന ഒരു യാത്ര എപ്പോഴും ഒരു ആലിമിനെ കാണാൻ പോകുമ്പോൾ, ഒരു സയ്യിദിനെ കാണാൻ പോകുമ്പോൾ ഒരു ഖൈർ, ഒരു ഫായിദ ഉണ്ടാവണം എന്ന നിയ്യത്തോടു കൂടി പോകണം. ദുനിയാവ് ചോദിക്കാൻ വേണ്ടി പോകരുത്. അവിടെ ചെന്ന് ആഖിറത്തിൻ്റെ വിഷയങ്ങൾ പറയണം. കൂട്ടത്തിൽ ദുനിയാവ് പറഞ്ഞു. ഒരു സയ്യിദിനെ കാണുമ്പോൾ, ഒരു ആലിമിനെ കാണുമ്പോൾ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി ദുആക്കണേ, ഈമാൻ സലാമത്താവാൻ ദുആ ചെയ്യണേ, ഇത് പറയാം. പിന്നെ കുട്ടികളെ കെട്ടിക്കാനുണ്ട്, അസുഖമുണ്ട്, അതൊക്കെ പിന്നെ പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രൈം ചോദ്യം ആഖിറത്തിൻ്റെ വിഷയങ്ങളാണ്. ഒരു പക്ഷേ ഒരു ദുആ, അവരുടെ ഒരു രാത്രിയിലെ ഒരു ദുആ, അവരുടെ ഒരു പ്രാർത്ഥന വലുതാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്. മഹാനവറുകളോട് ദുആ ചെയ്യിപ്പിക്കാൻ നിന്നാൽ മഹാനോട് ദുആ അത് എന്നോട് ചോദിക്കേണ്ടെന്ന് പറയും. അഹ്മദ് ബിൻ ഹംബലിനെ കൈപിടിച്ച് മുത്തുമ്പോൾ ഒരു ചീത്ത പറയുന്ന, പക്ഷേ ഒറ്റക്ക് പോയിരുന്നിട്ട് ദ്വാരക്ക് റബ്ബേ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞവർക്ക് നീ പുറത്തു കൊടുക്കണേ, അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ എന്ന്. അങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മന്ത്രിച്ചൂതാൻ പറഞ്ഞ ഞാൻ മന്ത്രിച്ചൂതന തങ്ങളെല്ലാവരും അങ്ങനെ പറയാറുണ്ട്. കൈ പിടിക്കാൻ നിന്നാൽ കൈ പിടിക്കൂല, തങ്ങളങ്ങ് ദേഷ്യപ്പെട്ടു പോകും ചിലപ്പോൾ. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പാവം വളരെ സൗമ്യനായ
ഒരു മഹാമനുഷ്യൻ. ചില ആലിമീങ്ങളുടെ രീതിയാണ്. അഹ്മദ് ഹംബൽ തങ്ങൾ അങ്ങനെ, അത് റിവായത്ത് എനിക്ക് തോന്നിയപ്പോൾ ജഫ്രി തങ്ങളുടെ പോലെയാണല്ലോ പഠിച്ചവൻ. അഹ്മദുൽ ഹംബൽ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലിത് ഒരു സാമ്യത കാണുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. അഹ്മദുൽ ഹംബൽ എന്നവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ദ്വാരക്കേ ഞങ്ങൾ ദ്വാരുന്നോ എന്ന് പറയുന്ന, എന്നിട്ട് ഒറ്റക്കിരുന്നാൽ പൊട്ടിക്കരയും, പടച്ചവനെ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞവർക്കൊക്കെ നീ ഇവിടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ. പക്ഷെ ആർക്കും കൈ കൊടുക്കാൻ നിൽക്കൂല. അഹ്മദുൽ ഹംബൽ എന്ന് ഓടിക്കളയുന്ന അങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ അരികത്തേക്ക് മഹാനായ അബൂ ഉബൈദ് റഹിമഹുല്ലാഹ് ചില ഇൽമ പഠിച്ചെടുക്കാൻ വേണ്ടി പോകും. ചില ആളുകൾ ഇന്ന് അദബ് പഠിക്കാൻ വേണ്ടി ചെല്ലണം. ആലിമീങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അദബാണ്. അദബ് കഴിഞ്ഞിട്ടാണ് ഇൽമ്. അദബാണ് ഔവൽ, ഇൽമ് പിന്നെയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ മക്കളെയൊക്കെ ദർസിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഉസ്താദുമാരോട് പറയുന്ന വാക്കുണ്ട്, അല്ലിംഹുമുൽ അദബ ഖബലൽ ഇൽമ്. ഇൽമും നഹവും സറഫും ബൈത്തും മുഅല്ലഖാത്തൊക്കെ പഠിപ്പിക്കേണ്ട മുമ്പ് എൻ്റെ മക്കൾക്ക് അദബ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണേ, അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണമേ. അതില്ലാതിരുന്നാൽ വിദ്യാർത്ഥി സമൂഹം, മുതഅല്ലിമീങ്ങൾ, അതാ പറയുക ദീനിൻ്റെ മുതഅല്ലിമീങ്ങൾ മഹാബദ്ധമായിട്ട് മാറും. വലിയ വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു അദബുള്ള മുതഅദ്ദിബീങ്ങളായ ഉലമാഇനോട് അദബും അവരോട് ഇക്റാമും ബഹുമാനവും ഒക്കെയുള്ള നല്ല മക്കളാക്കി അള്ളാഹു നമ്മളെയൊക്കെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്മദ് ബിൻ ഹംബൽ എന്ന മഹാനവറുകളെ ഞാൻ കാണാൻ ചെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മഹാനവറുകൾ അവിടെ എത്തിയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇമാം അവറുകൾ ഇരിക്കുന്നിടത്ത് എന്നെ പിടിച്ചിരുത്തി. അപ്പോൾ അബൂ ഉബൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, യാ അബാ അബ്ദില്ലാഹ്, അബ്ദുല്ലാഹി ബിൻ അഹ്മദ് എന്നവർ, അഹ്മദ് എന്നവരുടെ മോനാണ്. അവരാണ് ഹദീസിൻ്റെ സനദുകൾ, ഹദീസിൻ്റെ രചന നടത്തിയത്. വാപ്പയുടെ ജംഉ ചെയ്ത ഹദീസുകളെ രേഖപ്പെടുത്തിയത് മോനാണ്. മുസ്നദിലൊക്കെ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് എന്നവരാണത് അത് നമുക്ക് എത്തിച്ചു തരുന്നത്. യാ അബാ അബ്ദില്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, അലൈസ യുഖാൽ സാഹിബുൽ ബൈതി അഹഖു ബിസ്വദരി ബൈതിഹി, അങ്ങനെയല്ലേ പറയാ, ഒരു വീട്ടുകാരൻ ഇരിക്കുന്ന പ്രധാന കസേരയിൽ വന്നു കയറുന്ന അതിഥികൾ ഇരിക്കരുത് എന്നാണ്. അങ്ങനെയല്ലേ? അത് വീട്ടുകാരുടെ വാപ്പിരിക്കുന്ന കസേരയിൽ പോയിട്ട് വേറെല്ലാം വന്നിരിക്കുന്നത് ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. വൈലിത്ര മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഒരുപാട് കാലം, അന്നൊന്നും ഇംഗ്ലീഷൊന്നും ആരും ഉണ്ടാത്ത കാലത്ത് അതൊക്കെ പറഞ്ഞിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രസംഗങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ചെയ്ത ആളായിരുന്നു വൈലിത്ര മുഹമ്മദ് കുഞ്ഞ് മൗലവി അല്ലേ. കുറച്ച് ഷർത്തും ഫർദൊക്കെ പറയാറുണ്ട്. അത് നമ്മളെ അവരെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ എന്താ ഇപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെ തോന്നും. നമ്മളും മൈക്കൊക്കെ ഉഷാറാക്കണമെന്ന് പറയാറുണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പറ്റൂല ഈ പരിപാടി, നമ്മളങ്ങ് തളർന്നു പോകും. അപ്പോൾ ചിലപ്പോൾ ചില സംഘാടകർക്കൊക്കെ വിഷമം ഉണ്ടാവും. അവർ അങ്ങനെ ഇപ്പം നമുക്ക് കഴിയുമോ, നിങ്ങളാണെങ്കിൽ പിരിച്ചും തരൂല, പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിരിക്കാൻ പറ്റുന്ന നല്ല ഉസ്താദന്മാരും അതും പറയുമല്ലേ, ഓരെ കൊണ്ടുവരാം. അങ്ങനെ പിരിവ് നടത്താതിരുന്നാൽ എങ്ങനെ മദ്രസ പള്ളിയൊക്കെ ഉണ്ടാവുക? എല്ലാവരും എൻ്റെ മാതിരി ഇങ്ങനെ എന്നാൽ പറ്റുമോ? നല്ല പിരിവ് നടത്തണം, ആളുകളുടെ സ്വതക്ക വാങ്ങിക്കണം, അപ്പോൾ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് പറ്റൂല. പക്ഷേ നമുക്ക് ചില ശർത്തും പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം നമ്മൾ നിർബന്ധിച്ച് പറയാറുണ്ട്. ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ പറയാറില്ലായിരുന്നു. അപ്പോൾ വലിയ ഉസ്താദ് അങ്ങനെയൊക്കെ ഭക്ഷണത്തിലൊക്കെ വലിയ ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലം. യാ അല്ലാഹ്, മുപ്പരുടെ ഒരു മുസ്ലിം ഒരു വഫാത്താതിന് മുമ്പ് ആലപ്പുഴയിൽ വിട്ടു പോയി കണ്ടിരുന്നു. ഒരു കുളമുണ്ട്, ആ കുളത്തിൽ മുമ്പ് കുളിക്കുക, അവിടുന്ന് ഒതുകൊടുക്കുക. പിന്നെ ഭാര്യ മരിച്ചതിന് ശേഷം വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ ഒരു വസ്വാസുൽ ഖഹരി, ഭയങ്കരമായ പ്രയാസത്തിലായിരുന്നു അവസാന കാലമൊക്കെ. ഒരു നിസ്കരിക്കുന്നൊരു മുസല്ലുണ്ട്. അപ്പോൾ ആ റൂമിൽ മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ വിർദാട്ടോ, ഭയങ്കര ആബിദായൊരു മനുഷ്യനായിരുന്നു റബ്ബേ. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇശാ വരെ ഒരു മനുഷ്യനോട് മിണ്ടൂല, വിർദുകളും ദിക്റുകളും മാത്രമായി ഇരുന്ന് ഇരിപ്പിലിരിക്കും. അപ്പോൾ എന്നോട് അവർ പറയാം, അവിടെ മക്കളുണ്ട്, ഒരു മോന് പഠിത്തം മരിച്ചു, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു, വാപ്പാൻ്റെ മുസല്ലയിൽ ആരും ചവിട്ടണത് വാപ്പാക്ക് ഇഷ്ടമല്ല. അന്ന് പാണക്കാട്ടിൽ നിന്ന് ഏതോ ഒരു കുട്ടി വന്നു, ഒരു ചെറുപ്പക്കാരനായ സയ്യിദ് വന്നു, വാപ്പാൻ്റെ മുസല്ലയിൽ നിസ്കരിച്ചപ്പോൾ വരെ വാപ്പാക്കത് പിന്നെ ഭയങ്കരമായ പ്രശ്നമായിരുന്നു. ഒരു വസ്വാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൃത്തി ഉണ്ടാവുമോ, ബാക്കിയുള്ള ആളുകൾ അവിടെ ഇവിടെ ചവിട്ടി വരൂലേ, വസ്വാസിലുള്ളവർക്ക് പറയണ്ടല്ലോ. അങ്ങനെ വാപ്പ ദേഷ്യപ്പെട്ടിരുന്നു എന്ന് വരെ പറഞ്ഞു. ഒന്നുമില്ല, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഭയങ്കര ആബിദായൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പറയാം, ഒരാൾ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വേറെ ആൾ ഇരിക്കണതോ ചവിട്ടണതൊന്നും അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് സ്വാഹിബുൽ ബൈത്തി അഹഖു ബിസ്വദരിൽ ബൈത്ത്, വീടിൻ്റെ ഏറ്റവും നല്ല ഭാഗം ആ വീട്ടുകാരൻ്റെ അവകാശമാണ്. അപ്പോൾ അബൂ ഉബൈദ് റഹിമഹുല്ലയെ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ അവിടെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ പറഞ്ഞു, ശൈഖ് അവറുകളെ ഇങ്ങനെയല്ലേ പറയാറുള്ളത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലാ തഖുൽ ദാലിക്, നിങ്ങൾ അങ്ങനെ പറയരുത്. സാഹിബുൽ ബൈത്തിന് നഅം യഖഉദു വയുഖഇദു മൻ യുരീദ്,
സ്വാഹിബുൽ ബൈത്ത് വീട്ടുകാരൻ അവരിയ്ക്കുന്ന സ്ഥലത്ത് അവരാണ് ഇരിക്കേണ്ടത്. ശരിയാണ്, അവർക്ക് ഇഷ്ടമുള്ളവരെ ഇരുത്താനും പറ്റുമല്ലോ. അതുകൊണ്ട് എൻ്റെ പൊരുത്തമുണ്ട്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഇരുന്നോ. അങ്ങനെ അപ്പോൾ വീട്ടുകാരൻ സമ്മതിച്ചു കൊടുത്താൽ അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അബൂ ഉബൈദ തങ്ങൾ പറയാം,